ഹലോ മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് 2 മാർക്കിന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പഠിച്ചാലോ? അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി സിറ്റുവേഷൻസിൽ പ്രവർത്തിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് അല്ലേ? പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും സിമ്പത്തറ്റിക് സിസ്റ്റവും സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങളാണ്. അടിയന്തര സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം ആണെങ്കിൽ കൺസ്ട്രിക്ട് ചെയ്യുന്നത് ആരാണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. ഉമിനീരിന്റെ ഉൽപാദനം കുറയ്ക്കുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം ആണെങ്കിൽ കൂട്ടുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. ഹൃദയമിടിപ്പ് കൂടുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം കാരണമാണെങ്കിൽ കുറയുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കാരണമാണ് അല്ലേ? ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ കാരണം സിമ്പത്തറ്റിക് സിസ്റ്റവും കൺസ്ട്രക്ട് ചെയ്യാൻ കാരണം ആരാണ്? അത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റവുമാണ്. ഇനി അടിയന്തര സാഹചര്യങ്ങൾ നമ്മുടെ ഡൈജഷന്റെ പ്രോസസ്സിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഡൈജഷന്റെ പ്രോസസ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഹോർമോൺസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇതിന് കാരണം സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. ഇനി അടിയന്തര സാഹചര്യങ്ങളിലെല്ലാം പെരിസ്റ്റാൾസിസ് കുറയുന്നു അല്ലെ? ഇതിന് കാരണം സിമ്പത്തറ്റിക് സിസ്റ്റവും പെരിസ്റ്റാൾസിസിനെ കൂട്ടുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. മൂത്രം നിലനിർത്തുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റവും ശൂന്യമാക്കപ്പെടുന്നത് ആര് കാരണമാണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കാരണമാണ്. അപ്പൊ പൊതുവെ നമ്മൾ ചോദ്യം കാണാറുള്ളത് അവയവങ്ങൾ തരും. ഈ അവയവങ്ങളിൽ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ അധികവും കുട്ടികൾക്ക് ഇത് മാറിപ്പോവാറുണ്ട്, കൺഫ്യൂഷൻ ആവാറുണ്ട്. സോ ഒരിക്കലും മാറിപ്പോവരുത്, നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. സോ ഇത് കൺഫ്യൂഷൻ ആവാതെ മാറിപ്പോവാതെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളാം. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്.